ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ സിനിമയ്ക്ക് പോകേണ്ടത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു ക്രോപ്പ് ടോപ്പും ബാഗിയുമാണ്, ഇത് ഉള്ളിലിടും. അപ്പോൾ പ്രത്യേകിച്ച് മേക്കപ്പൊന്നും ഇല്ല, പറഞ്ഞ തന്നെ മുടിയൊന്ന് കെട്ടും. അത് മുടി വെട്ടി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്രീമാണ് ഇടുന്നത്, ഡവിൻ്റെ ക്രീം. അതിപ്പോൾ കണ്ടെങ്കിൽ ഡോട്ടായിട്ട് ഇട്ടും എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൗഡറാണ് ഇടുക, യാഡ്ലിയുടെ ഒരു പൗഡറാണ് ഇടുക. അപ്പം അത് ഇടണം. അപ്പോൾ ഇട്ടിട്ട് വരാം. പിന്നെ യാർഡ് പൗഡർ കിട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് തോന്നുന്നു, കണ്ണെഴുതുക. അപ്പോൾ ഐലൈനറാണ് ജസ്റ്റ് യൂസ് ചെയ്യുന്ന റീനിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, സ്മഡ്ജ് പ്രൂഫ്. ഇത് റീന് എനിക്കതിന് പേര് കിട്ടുക, അതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഒരു മിഡ് നൈറ്റ് എന്ന് പറയുന്നത് നല്ല ഇതാണ് റിസൾട്ടുള്ളൊരു, എനിക്കത് നല്ലൊരു സ്മഡ്ജ് പ്രൂഫ് ഇല്ലാത്ത. അപ്പോൾ അത് തുറക്കുമ്പോൾ ഷാർപ്പനിങ് ടൈപ്പ്, അതോടെ ലോങ് ലാസ്റ്റിങ് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കണം. അപ്പം ഇനി കണ്ണെഴുതിയിട്ട് കാണാം. അപ്പോൾ കണ്ണൊക്കെ എഴുതി ഇനി മുടി കെട്ടണം ഗൈസ്. മുടി ഒന്നും ഞാൻ ചെയ്യാറില്ല, ആകെ മുടി ചെയ്യാൻ 2 ക്ലിപ്പ് കുത്തും, ചീവും 2 ക്ലിപ്പ് കുത്തും, ഇത്ര കയറും. അപ്പം ഞാൻ ക്ലിപ്പ് കണ്ടുപിടിക്കണം അതിൻ്റെ. ഇത്രേ ഉള്ളൂ ഗൈസ്, 2 ക്ലിപ്പ്, ഇത്രേ ഉള്ളൂ എൻ്റെ ഹെയർ സ്റ്റൈല്. 2 ക്ലിപ്പ് ഇതാ. പിന്നെ മുടി കെട്ടിയിട്ട് വരാം. അപ്പോൾ മുടിയൊക്കെ കെട്ടി 2 ഭാഗം ഇങ്ങനെ പിരിച്ചിട്ട് കെട്ടു. ഇനി നമുക്ക് കമ്മലിടണം, പിന്നെ ലിപ് ബാം ഇടണം, പിന്നെ ചിലപ്പോൾ ലാസ്റ്റ് നേരത്തൊക്കെ മുടി സെറ്റാക്കും. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് വരണം. അപ്പോൾ ഞാൻ ലേബലോടെ ലിപ് ബാമാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം ലേബലോടെ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ലേബലോടെയാണ്, ഒരു വാട്ടർമെലൺ കളർ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.